ഇവിടെ ഈ വഴി കയറി ചെല്ലുന്ന ഈ വീട്ടിൽ ഇന്നലകളിൽ കേരളക്കരയ്ക്ക് സംഗീത വിരുന്നൂട്ടിയ ഒരു കലാകാരൻ ജീവിച്ചിരിക്കുന്നു. തബല എന്ന വാദ്യോപകരണത്തിൽ തന്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് നാദവിസ്മയം തീർത്ത ഒരാൾ. കൈരളി ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ സംഗീതോപാസകന്റെ പേര് കോഴിക്കോട് ശിവരാമകൃഷ്ണൻ എന്നാണ്. മലയാള സിനിമയിലെ സംഗീത ചക്രവർത്തി അനശ്വരനായ ബാബുരാജിന്റെ പ്രിയപ്പെട്ട തബലിസ്റ്റായിരുന്നു ഇദ്ദേഹം. ശബ്ദാനുകരണ കലയായ മിമിക്രിയെ കേരളീയർക്ക് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹമാണ്. പ്രശസ്തികൾ പലതുള്ള ഈ മനുഷ്യനെ, ഇന്നലെയുടെ ഈ താരത്തെ ഇന്നിവിടെ എത്ര പേർക്കറിയാം? ഞാൻ കൊച്ചുനാൾ മുതൽ എനിക്ക് ഈ പാട്ട് ഇതൊക്കെ കേട്ടാൽ വലിയ ഇഷ്ടമാണ്. അപ്പം പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ക്ലാസ്സിനകത്ത് ചുമ്മാ ഇരിക്കില്ല, എപ്പോൾ എന്തെങ്കിലും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും കുറേ കഥകളോ എന്തെങ്കിലും തമാശകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന്, അവിടെ ആകാശവാണി ഇനോഗ്രേഷൻ കഴിഞ്ഞ ആ ഇടയ്ക്ക് ഞങ്ങളുടെ സ്കൂൾ തുറന്ന സമയമായിരുന്നു. തുറന്ന ഉടനെ, അപ്പോൾ ഞാൻ അന്ന് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്കൂൾ തുറന്ന ഉടനെ ക്ലാസ്സിൽ ലെസൺ ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല, എല്ലാവരും ക്ലാസ് അറേഞ്ച്മെൻറ്റൊന്നും ആയിട്ടില്ല. അപ്പം ക്ലാസ്സിനകത്ത് ചുമ്മാ ഇരിക്കണം, ഞാനെന്തെങ്കിലുമൊക്കെ പാട്ടും കഥകളും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് വലിയ രസപ്പെടാൻ കൂടെ ക്ലാസ്സിലുള്ള പിള്ളേർക്കല്ല. പെട്ടെന്ന് ഹെഡ് മാസ്റ്റർ ഒരു സ്ലിപ്പുമായിട്ട് ക്ലാസ്സിലേക്ക് ഇവിടെ വന്നു. ഇങ്ങനെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചു, ഇവിടെ നന്നായി കഥ പറയാനും പാടാനും ഒക്കെ അറിയാവുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ ആദ്യം അതാ ആ മൊണ്ടിക്കാലിൻ്റെ പേര് എഴുതിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞു. എൻ്റെ പേര് എഴുതി വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ പേരെടുത്ത് കൊണ്ടുപോയി കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പേര് എഴുതിയിട്ടുള്ള കുട്ടികളൊക്കെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിൽ വരണം, ആകാശവാണിയിലേക്കാണ്, അവിടുന്ന് വാൻ വരും, നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ശരി എന്നോ. ഞങ്ങൾ ആകാശവാണി വാൻ വന്ന് ഞങ്ങളെല്ലാവരും കയറ്റി ആകാശവാണി കൊണ്ടുപോയി സ്റ്റുഡിയോക്കകത്ത് കയറി എല്ലാവരും സൈലൻ്റായിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോ പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങി. അപ്പം അന്ന് മുതലാണ് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇൻവോൾവ് ആകുന്നത്. നനച്ചിരിക്കാത്ത നേരത്ത് കലാലോകത്ത് അരങ്ങേറ്റം കുറിക്കാനുള്ള ഭാഗ്യം, പിന്നെ വലിയ സൗഭാഗ്യങ്ങളിലേക്കാണ് ശിവരാമകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോയത്. കൊച്ചു കലാകാരന് ആദ്യ അരങ്ങ് നൽകിയ ആകാശവാണി പിൽക്കാലത്ത് ജീവിതമാർഗവും ഒരുക്കിക്കൊടുത്തു. റേഡിയോ നിലയത്തിലെ താരപരിവേഷമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ശിവരാമകൃഷ്ണൻ. കോഴിക്കോട് തിയോസഫിക്കൽ ആനിബസൻ്റ് ഹോൾ എന്നൊരു ഹാളുണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ അവിടെയാണ് ഉള്ളത്. ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആനിവേഴ്സറി വന്നു. ആ ആനിവേഴ്സറി വന്നപ്പോൾ ഓരോ കുട്ടികളും ഓരോ പ്രോഗ്രാം ഏറ്റു. ഞാൻ പാടും, അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യും, ഞാൻ ഞങ്ങളെല്ലാം കൂടെ നാടകം എന്നെല്ലാം പറഞ്ഞ് ഓരോരുത്തരും ഓരോ പരിപാടി ഏറ്റപ്പോൾ ഞാനും പറഞ്ഞു, സാർ ഞാനൊരു പരിപാടി, എന്ത് പരിപാടിയാണ് ശിവരാമകൃഷ്ണ, ഞാൻ ഒരു മോണോ ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു മോണോ ആക്ട് ഒരാൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മയിൽ ഞാൻ ഒരു മോണോ ആക്ട് ചെയ്യാമെന്ന്. ആ ശരിയെന്ന് പറഞ്ഞു. ഒടുവിൽ ആ പ്രോഗ്രാം സംഭവ ദിവസം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ പല ശബ്ദങ്ങളുണ്ടാക്കും. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു കൊച്ചു കുഞ്ഞ് കരയാണ്. ഇത് ഞാൻ അന്ന് വരെ ചെയ്യുന്ന കേട്ടത്. അപ്പോൾ ഇതൊരു കുഞ്ഞ് കരയുന്നത് കേട്ട് ഇതുപോലെ പല ശബ്ദങ്ങളും, പട്ടി കരയുന്നത് ഇങ്ങനെ പല ശബ്ദങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് വെച്ച് ഞാൻ സ്റ്റേജിൽ കയറി ഒരു അടിയം കടിച്ചു. അപ്പോൾ അന്ന് അവിടെയുള്ള എല്ലാവരും ഭയങ്കര അപ്ലോസും ചിരിയായിരുന്നു. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം. അത് കഴിഞ്ഞപ്പോഴേക്ക് ഓടി വന്ന് എന്നെ, അന്ന് ഈ പരിപാടി കാണാൻ നമ്മുടെ KP കേശവമേനോൻ, SK പൊറ്റക്കാട്, തിക്കോടിയൻ, ഉറൂബ്, PC കുട്ടികൃഷ്ണൻ, SK ഇവരൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ഓടി വന്ന് എന്നെ വാരി എടുത്ത്, ഞാൻ കൊച്ചു പയ്യനല്ലേ, വാരി എടുത്ത്, മോനെ ഇതിൻ്റെ പേര് മോണോ ആക്ട് എന്നല്ല കേട്ടോ, ഇതിന് മിമിക്രി എന്നാ പറയുക എന്ന് പറഞ്ഞു തന്നത് അവരാണ്. കോഴിക്കോടൻ മണ്ണിൽ മിമിക്രി എന്ന കലാരൂപവുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ശിവരാമകൃഷ്ണന് തുടക്കം മുതൽ കിട്ടിയത് നിറഞ്ഞ കയ്യടികളാണ്. ഒപ്പം
മലയാളത്തിലെ പ്രതിഭാധനരായ കലാകാരന്മാരുടെ അനുമോദനങ്ങളും അനുഗ്രഹങ്ങളും. വേദികളിൽ നിന്ന് വേദികളിലേക്ക് പിന്നീട് കൊച്ചി ശിവരാമകൃഷ്ണന്റെ പ്രശസ്തി വളർന്നു. അനുഗ്രഹീതനായ ഈ കലാകാരന് സിനിമയിൽ നിന്നുള്ള ക്ഷണവും വൈകാതെ ഉണ്ടായി. പിന്നെ എന്നെ പല റോട്ടറി ക്ലബ്ബുകാരും ലയൺസ് ക്ലബ്ബുകാരൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ആ പരിസരത്തുള്ള എല്ലാ ലയൺസ് ക്ലബ്ബിലും റോട്ടറി ക്ലബ്ബിലും ഞാൻ ഈ പരിപാടി കൊണ്ട് ചെയ്യും. പലരും അവിടെ പോയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രസൻറ്റേഷൻ വല്ലതും തരും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കവർ തരും, എന്താ എമൗണ്ട് ഉണ്ടാവും, 5 രൂപ 10 രൂപ ഒക്കെ ആയിരിക്കും. അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴൊക്കെ എന്തായെന്ന് വെച്ചാൽ ഞാൻ മദ്രാസിൽ ഒരിക്കൽ എന്തിനോ ഒരു ആവശ്യത്തിന് പോയപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി ഞാൻ ഇടയ്ക്ക്. ലാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിൽ അന്ന് ഭാസ്കരൻ മാസ്റ്റർ ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് മദ്രാസിൽ വെച്ചായിരുന്നു. അതിൽ ചെറിയ ബാലതാരമായിട്ട് ഞാൻ അഭിനയിച്ചായിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്താണ് അവിടുത്തെ മലയാളി അസോസിയേഷൻ, മദ്രാസിലെ മലയാളി അസോസിയേഷൻ അവർ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് അവരുടെ ആനിവേഴ്സറിക്ക് എൻ്റെ ഈ പരിപാടി വേണമെന്ന് പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു കണ്ടീഷൻ, ശിവരാമകൃഷ്ണൻ അത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വേണ്ട, ഫ്രണ്ടിൽ കെട്ടിട്ടിട്ട് അതിൻ്റെ ബാക്കിൽ നിന്നും പരിപാടി അവതരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. കാരണം എനിക്ക് നമുക്ക് നല്ലൊരു ചാൻസ്, ആദ്യം 10 വരെ പരിചയപ്പെടാനുള്ളൊരു ചാൻസ് ആണല്ലോ. ശരി സാർ, ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മനസ്സുകൊണ്ട് കണക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാം ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്രതീതി. ഒരു നല്ല തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയം ഞാൻ കഴിച്ചു കൂട്ടി. കുറച്ച് കഴിഞ്ഞപ്പം അവിടെ ട്രെയിൻ വന്നു, അവിടെ സ്റ്റേഷനിൽ നിൽക്കാനുള്ള സമയം കഴിഞ്ഞു, ട്രെയിൻ വിട്ടു പോകുന്നു, വളരെ ദൂരെ എത്തുന്നവരെ. അത്രയും നേരം ഞാൻ എന്തെല്ലാം കേട്ടിരുന്നോ അതിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ ഈ മിമിക്രിയിലേക്ക് വരുന്നത്.